അവളുടെ പേര് കൊച്ചു ത്രേസ്യ എന്നാണ്. കൊച്ചു ത്രേസ്യയെ പുണ്യവതിയാക്കിയിട്ട് ഈ മെയ് മാസം വരുമ്പോ, ഈ മെയ് മാസത്തില് പ്രിയപ്പെട്ടവരെ 100 വർഷം തികയുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കൊച്ചു ത്രേസ്യ പുണ്യവതി എന്താണ് ചെയ്തത്? വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെ സഹനങ്ങള് മിഷണറിമാർക്ക് വേണ്ടി സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ വൈദികനിലൂടെ രക്ഷപ്പെടുന്ന ആത്മാക്കളുടെ മുഴുവൻ അമ്മയായിട്ട് ഞാൻ മാറും. കൈയടിച്ച് നന്ദി പറയാം. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ സഹനങ്ങളൊന്നും ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. എല്ലാം ഒരു സഹനം കിട്ടി, അപ്പൊ തന്നെ ഒരു അച്ഛന് വേണ്ടി അത് സമർപ്പിച്ചു. ഒരു സഹനം കിട്ടി, മിഷണറിമാർക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരു സഹനം കിട്ടി, അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവസാനം അവളുടെ കൈ ഒഴിഞ്ഞ കരങ്ങളാണ്. അയ്യോ, എനിക്ക് വേണ്ടി ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാതെ മരിച്ചവളെ സ്വർഗം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, മരിച്ച് ഇപ്പോൾ ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ ഓർമ്മ, ഒന്നുമില്ലാത്തവള് അൾത്താരയിൽ ഓർമ്മയായി മാറി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നീ എല്ലാം നിനക്ക് വേണ്ടി വെച്ചുകൊണ്ട് നീ മരിക്കും. നീ അൾത്താരയിൽ പോയിട്ട് സെമിത്തേരിയിൽ പോലും ഒരു ഓർമ്മയായിട്ട് മാറില്ല. 3 കൊല്ലം കഴിയുമ്പോ ആ കുഴി ഒളിച്ചു കളഞ്ഞു. കുറെ നേടിയെടുത്തിട്ട് പോയതാണ്. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നതാണ്. ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്, നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ കുമ്പസാരിക്കുന്നവരാണ്, മക്കളെ കാറ്റഗിസത്തിന് വിടുന്നവരാണ്. ഓക്കെ, അതൊന്നുമല്ല ചോദ്യം. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ, ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നീ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്?